നമസ്കാരം. മിഡിസവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കാണാതായതായി പരാതി. മാർക്ക് ലിസ്റ്റിനൊപ്പം ലഭിക്കേണ്ട പാസ് സർട്ടിഫിക്കറ്റ് 163 വിദ്യാർത്ഥികൾക്ക് ലഭിച്ചില്ല. തുടർ പഠനം മുടങ്ങുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ. തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്ക് അബുദാബിയിലെ റോഡുകളിൽ വിലക്കേർപ്പെടുത്തുന്നു. നിയന്ത്രണം രാവിലെ 6:30 മുതൽ 9:30 വരെ. തീരുമാനം വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി. കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ ദളിത് യുവാക്കൾക്ക് ക്രൂര പീഡനം. അഞ്ചാലമ്മൂട് പോലീസിന്റെ 3ാം മുറ പ്രയോഗം മോഷണം ആരോപിച്ച് വിരലുകൾ മുളവടി കൊണ്ട് ചതച്ചെന്നും ജനനേന്ദ്രിയത്തിൽ ഈർക്കിൽ കയറ്റിയെന്നും പരാതി. പോലീസ് സമ്മർദ്ദത്തെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് യുവാക്കളെ ഡിസ്ചാർജ് ചെയ്തു. വാർത്ത പുറത്തു കൊണ്ടുവന്നത് മീഡിയ 1. ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും ഇത്തവണ +2 പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കാണാതായതായി പരാതി. മാർക്ക് ലിസ്റ്റിനോടൊപ്പം ലഭിക്കുന്ന പാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കാരണം നിരവധി വിദ്യാർത്ഥികളുടെ തുടർ പഠനം ആശങ്കയിലായിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിൽ പരീക്ഷ എഴുതി വിജയിച്ച 163 കുട്ടികൾക്കാണ് വിജയിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് ഇനിയും ലഭിക്കാത്തത്. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കാരണം യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനാവാതെ പ്രയാസപ്പെടുകയാണ്. നിരവധി രക്ഷിതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂളിൽ പരാതികളുമായി എത്തിയത്. സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സ്കൂൾ പ്രിൻസിപ്പലും മാനേജ്മെന്റ് കമ്മിറ്റിയും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും എന്ന് വിതരണം ചെയ്യുമെന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് അന്വേഷിച്ച രക്ഷിതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി അയച്ചെന്ന മറുപടിയാണ് ലഭിച്ചത്. ഡൽഹിയിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് റിയാദിലേക്കും തുടർന്ന് സൗദിയിലെ എല്ലാ സ്കൂളുകളിലേക്കും അയക്കുകയാണ് ചെയ്തത്. +2, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ചാണ് റിയാദിൽ നിന്നും ജുബൈൽ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ദമാമിലും റിയാദിലും വളരെ നേരത്തെ തന്നെ പാസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരുന്നു. ജുബൈൽ സ്കൂളിൽ നിന്ന് വിജയിച്ച കുട്ടികൾക്ക് പാസ് സർട്ടിഫിക്കറ്റിന് പകരം അത് ഉടൻ ഹാജരാക്കിക്കൊള്ളാമെന്ന പ്രിൻസിപ്പലിന്റെ കത്താണ് ലഭിച്ചത്. മാർക്ക് ലിസ്റ്റിനൊപ്പം പ്രിൻസിപ്പലിന്റെ കത്തുകൂടി ഹാജരാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടിയെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബോർഡ് നൽകുന്ന പാസ് സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. എത്രയും വേഗം യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ പഠനം 1 വർഷം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. മീഡിയ 1, ജുബൈൽ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി റബി മുഹമ്മദ് റിയാദിൽ നിന്നും ചേരുകയാണ്. റബി, സർട്ടിഫിക്കറ്റ് നൽകാത്തത് സംബന്ധിച്ച് ജുബൈൽ ഇന്ത്യൻ സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ്? ഏതാനും ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് സ്കൂളിലെത്തി അധികൃതരുമായി, പ്രിൻസിപ്പളുമായിട്ടും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് അധികാരികളുമായി സംസാരിച്ച സമയത്താണ് മാനേജ്മെന്റ് കമ്മിറ്റി അധികൃതർ പോലും ഇത്തരത്തിലുള്ള പ്രശ്നം അറിയുന്നത്. കാരണം കഴിഞ്ഞ മാർച്ചിൽ പരീക്ഷ എഴുതി പല കുട്ടികളും ഇതിനകം തന്നെ കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അടക്കമുള്ള മേഖലയിൽ അഡ്മിഷൻ നേടിയ കുട്ടികളാണ് നിരവധി പേർ. മലയാളികൾ അടക്കമുള്ള നിരവധി കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നു. അവരുടെയൊക്കെ രക്ഷിതാക്കൾ അഡ്മിഷൻ സമയത്ത് ഇപ്പോൾ നിലവിൽ അവർക്ക് പ്രിൻസിപ്പൽ എത്രയും വേഗം നൽകാമെന്നുള്ളൊരു കത്താണ് അവർക്കൊക്കെ സമർപ്പിച്ചത്. എന്നാൽ വിവിധ ബോർഡുകൾക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്കും ഇതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥാപന അധികൃതരും ഒരാഴ്ചക്കുള്ളിൽ ഇത് നൽകണം എന്നുള്ള അന്ത്യശാസനം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ഇപ്പോഴും നൽകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് രക്ഷിതാക്കൾ നമ്മളോട് പറയുന്നത്. കാരണം വിവിധ മറ്റ് സ്കൂളുകളിൽ സൗദിയിൽ തന്നെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള മറ്റ് റിയാദിലെയും ജിദ്ദയിലെയും ദമാമിലെല്ലാം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ഈ +2 സർട്ടിഫിക്കറ്റിനോടൊപ്പമുള്ള വിജയിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജുബൈൽ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമാണ് കിട്ടാനുള്ളത്. CBSE അധികൃതരും ഇത് നൽകി എന്നുള്ള ഒരു വിശദീകരണം നൽകിയ സാഹചര്യത്തിൽ ഇത് എവിടെ നഷ്ടപ്പെട്ടു എന്ന് ജുബൈൽ സ്കൂളിൽ നിന്നും +2 പൂർത്തിയായ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് അബ്ദുൾ റഷീദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, എത്രത്തോളം ആശങ്കയിലാണ് നിങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും? ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രിൻസിപ്പാളിന്റെ അടുത്ത് പലവട്ടം ഞങ്ങൾ പോയിട്ട് പ്രിൻസിപ്പാൾ ഞങ്ങളെ വെറും ഒരു പുച്ഛമായ രീതിയിലാണ് ഞങ്ങളെ തള്ളിവിടുന്നത്. പല പ്രാവശ്യങ്ങളും ഞങ്ങൾ പോയിട്ട് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞല്ലാതെ തരുന്ന ഒരു രക്ഷയില്ല. ലാസ്റ്റ് ബോർഡ് കമ്മിറ്റിയിലെ നൗഷാദിന് ഉത്തരവാദിത്ത പ്രകാരം ഇപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നൗഷാദ് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ തരാമെന്ന് പറഞ്ഞതിന്റെ പേര് ഞങ്ങളിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ
പിന്നെ ഈ കൊടിക്കുന്നിൽ സുരേഷ് MP വരെ ഞങ്ങൾ മെയിൽ വരെ അയച്ചിട്ടുണ്ട്. അതിന്റെ പ്രതികരണം ഇതുവരെ എത്തിയിട്ടില്ല. അബ്ദുൾ റഷീദ്, ഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് നിന്നും സർട്ടിഫിക്കറ്റ് അയച്ചെന്ന് പറയുന്നു. റിയാദിലെയും ദമാമിലെയും മറ്റ് ഇന്ത്യൻ സ്കൂളുകളിൽ +2 പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ജുബൈലിലെ സ്കൂളിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് മാത്രം സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയെന്നൊരു അനുമാനത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? പല പിന്നെ അവർക്ക് പല ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴും പറയുന്നത് ഇത് സാധനം ഇവിടെ അയച്ചിട്ടുണ്ട്, ഇതുവരെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല, കിട്ടിയാൽ നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ജീവിതം പിന്നെ വഴിയിലാവുന്ന തുടർച്ചയാണ് കാണുന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി ഉണ്ടോ? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നിഷേധ സ്വഭാവം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്ന് വളരെ ഒളിച്ചുകളിയാണെന്നുള്ള തീരുമാനമായി ഞങ്ങൾ പോയത്തോളം കണ്ടത്. ഏത് രീതിയിലാണ് വരും ദിവസങ്ങളിൽ പോയി കണ്ടിടത്തോളം പിന്നെ പ്രിൻസിപ്പാൾ പറയുന്നത് വരട്ടെ, നിങ്ങൾ പോയി CBSE കംപ്ലൈന്റ് കൊടുക്കുന്ന ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റുന്നത്? ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുക? ഞങ്ങൾ സ്കൂളിന് മുമ്പിൽ ചിലപ്പോൾ നിരാഹാരം ചെയ്യേണ്ടി വരും, ആത്മഹത്യ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി. വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ റഷീദ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും റബി മുഹമ്മദ് ചേരുകയാണ്. റബി, ഡൽഹിയിലെ ആസ്ഥാനത്ത് നിന്നും സർട്ടിഫിക്കറ്റ് അയച്ചെന്ന് പറയുന്നു. എന്നാൽ ജുബൈലിലെ സ്കൂളിൽ മാത്രം ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല. ഏത് തരത്തിലുള്ള ഒരു അനുമാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ചെന്നെത്തിയിരിക്കുന്നത്? അഞ്ജിത, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച വിവരം ഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് നിന്നും റിയാദിലേക്കാണ് ഒരുമിച്ച് സൗദിയിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റും അതോടൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കാനുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ വിജയിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഒരുമിച്ചാണ് അയച്ചത്. അത് റിയാദിൽ നിന്നും ദമാം, ജിദ്ദ, ജുബൈൽ അതുപോലെ തന്നെ യാംബു അടക്കം മറ്റ് സ്കൂളുകളിലെല്ലാം തന്നെ അയച്ചിട്ടുണ്ട്. എന്നാൽ ജുബൈൽ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ലഭിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്കൂളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യം സ്കൂൾ അധികൃതർ നിഷേധിക്കുന്നുണ്ട്. ഇത് തങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. അതേസമയം CBSE ആസ്ഥാനത്ത് നിന്നും ഇത് അയച്ചു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിശദീകരണം സ്കൂൾ അധികൃതർ തന്നെയാണ് നൽകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്കൂളുകളുടെ നിരീക്ഷണ ചുമതലയുള്ള റിയാദ് ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി ഇഫ്സർ റഹ്മാൻ, അദ്ദേഹം ഇപ്പോൾ സൗദിക്ക് പുറത്താണുള്ളത്. അദ്ദേഹം അതുപോലെ തന്നെ മറ്റ് അംബാസഡറുമായിട്ടും രക്ഷിതാക്കൾ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്തും. ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര ഒരു പ്രാധാന്യത്തോടുകൂടി വിഷയം സ്വീകരിച്ചില്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച അബ്ദുൾ റഷീദിന്റെ മകൾ ഇപ്പോൾ കൊല്ലത്തൊരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയതാണ്. അത് അത്തരത്തിലുള്ള നിരവധി വിദ്യാർത്ഥികൾ മെഡിക്കൽ മേഖലയിൽ നേരത്തെ തന്നെ ലക്ഷങ്ങൾ ഫീസ് നൽകി NRI കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ച നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ വലിയൊരു നഷ്ടമാണ് ഇതുവഴി സംഭവിക്കാൻ പോകുന്നത്. ഒരു വർഷത്തെ ഒരു പഠനം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ വലിയൊരു ഇന്ത്യൻ സ്കൂളിൽ നിന്നും ഇത്തവണ +2 പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കാണാതായതായ പരാതി. ഇതുമൂലം 163ഓളം വിദ്യാർത്ഥികളുടെ ഉപരിപഠനം ആശങ്കയിലായിരിക്കുകയാണ്. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി റബി മുഹമ്മദ് നൽകിയത്. തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്ക് അബുദാബിയിലെ റോഡുകളിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു. രാവിലെ 6:30 മുതൽ 9:30 വരെയാണ് വിലക്കുണ്ടാവുക. ശനിയാഴ്ച എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാൻ സയ്യിദ് ഈദ് ആൽ ഗഫ്തിയുടെ അധ്യക്ഷതയിൽ നടന്ന അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി അബുദാബിയിലെ ഉൾറോഡുകളിൽ ട്രക്കുകൾക്കും ജോലിക്കാരെ കൊണ്ടുപോകുന്ന 50 സീറ്റുള്ള ബസ്സുകൾക്കും ഓഗസ്റ്റ് 24 നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 6:30 മുതൽ 9 വരെയായിരുന്നു ഈ നിയന്ത്രണം. കൂടുതൽ ബസ്സുകളും കൂടുതൽ റോഡുകളും ഉൾപ്പെടുത്തി നിരോധനം വിപുലപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബസ്സുകൾക്ക് മാത്രമായി പ്രത്യേക പാത അനുവദിക്കണമെന്നും 40 ബസ് സ്റ്റേഷനുകളും നവീകരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും കമ്മിറ്റി അംഗീകരിച്ചു. പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3 കോടി ദിർഹത്തിന്റെ പദ്ധതികൾക്കും അനുമതി നൽകി. ജനങ്ങളുടെ സമയവും പ്രയത്നവും ലാഭിക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി
ഏകീകൃത സർക്കാർ വഴിയാക്കുന്നതിനും കമ്മിറ്റി അനുകൂല നിലപാട് സ്വീകരിച്ചു. അൽ ഐൻ നഗരത്തിൽ 10.4 കോടി ദിർഹം ചെലവിൽ ആഭ്യന്തര റോഡ് പദ്ധതിയും അംഗീകരിച്ചു. കോർണിഷ് ബീച്ച്, അൽ സഹിയ, അൽ റിം ഐലൻഡ്, അൽ സഹിയ, അൽ റാഹ ബീച്ച് ജലഗതാഗത പാതകൾക്കുള്ള നിർദ്ദേശവും കമ്മിറ്റി അംഗീകരിച്ചു. സുസ്ഥിര ജലഗതാഗതം വികസിപ്പിച്ച് പുതിയ ഗതാഗത മാർഗങ്ങൾ ലഭ്യമാക്കാനുള്ള എമിറേറ്റ്സിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ജലപാതകൾക്കുള്ള നടപടി. മീഡിയ 1 അബുദാബി. UAE നഗരങ്ങളായ അബുദാബിയിലെയും ദുബായിലെയും വാടക നിരക്ക് കുറയുന്നതായി റിപ്പോർട്ട്. റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റായ buyat.com നടത്തിയ പഠനമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വാടകയ്ക്ക് എടുക്കുന്നതിന് പകരം കെട്ടിടങ്ങൾ സ്വന്തമാക്കുന്ന പ്രവണത വർദ്ധിച്ചത് വാടക കുറയാൻ കാരണമായി എന്ന് പഠനത്തിൽ പറയുന്നു. ഉയർന്ന കെട്ടിട വാടകയുള്ള അബുദാബിയിലും ദുബൈയിലും മുൻവർഷത്തെ അപേക്ഷിച്ച് വാടക നിരക്ക് താഴേക്ക് പോവുകയാണ്. അബുദാബിയിലെ വാടക നിരക്ക് 4% ഇടിഞ്ഞപ്പോൾ ദുബൈയിൽ 2% വാടക കുറഞ്ഞു. എന്നാൽ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ ഇവിടെ 8% ഇടിവുണ്ടായതായി പഠനത്തിൽ പറയുന്നു. 1 ബെഡ്റൂമിന് 1 ലക്ഷം ദിർഹം ശരാശരി വാടകയുണ്ടായിരുന്ന ദുബൈയിൽ 92,000 ദിർഹമായാണ് നിരക്ക് താഴേക്ക് പോയത്. സ്റ്റുഡിയോ ഫ്ളാറ്റുകളുടെ നിരക്കിൽ 2%, 2 ബെഡ്റൂം ഫ്ളാറ്റുകളുടെ നിരക്കിൽ 1% ഇടിവുണ്ടായി. അബുദാബിയിൽ സ്റ്റുഡിയോ ഫ്ളാറ്റുകളുടെ നിരക്കിലും 1 ബെഡ്റൂം ഫ്ളാറ്റുകളുടെ നിരക്കിലും 6% കുറവുണ്ടായി. എന്നാൽ 2 ബെഡ്റൂം, 3 ബെഡ്റൂം നിരക്കിൽ വലിയ മാറ്റമുണ്ടായില്ല. വാടക നൽകുന്നതിന് പകരം അപ്പാർട്ട്മെന്റുകളും വില്ലകളും മാസതവണകൾ അടച്ച് സ്വന്തമാക്കാൻ കഴിയുന്ന ഫ്രീ ഹോൾഡ് പദ്ധതികൾക്ക് ജനപ്രീതി വർദ്ധിച്ചത് വാടക കുറയാൻ കാരണമായിട്ടുണ്ടെന്ന് പഠനം പറയുന്നു. മീഡിയ 1 ദുബായ്. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ദുബായ് മെട്രോയുടെ ട്രിപ്പുകൾ വർദ്ധിപ്പിച്ചു. തിരക്കേറുന്ന സമയങ്ങളിൽ ചില സ്റ്റേഷനുകൾക്കിടയിൽ മാത്രം ചെറിയ ട്രിപ്പുകൾ ആരംഭിക്കാനും RTA തീരുമാനിച്ചു. പുതുക്കിയ സമയക്രമം ഇന്നു മുതൽ നിലവിൽ വന്നു. ദുബായ് മെട്രോയിൽ ആഴ്ചയിൽ 276 പുതിയ ട്രിപ്പുകൾ ഏർപ്പെടുത്താനാണ് തീരുമാനം. റെഡ് ലൈനിൽ 154ഉം ഗ്രീൻ ലൈനിൽ 122ഉം പുതിയ ട്രിപ്പുണ്ടാകും. ഇതിനു പുറമെ ശനി മുതൽ വ്യാഴം വരെ റെഡ് ലൈനിൽ രാവിലെ 3 ഷോർട്ട് ട്രിപ്പുകളുണ്ടാകും. രാവിലെ 6:07 ദുബായ് ഇന്റർനെറ്റ് സിറ്റി മുതൽ റാഷിദയിലേക്കാണ് ആദ്യ ഷോർട്ട് ട്രിപ്പ്. രാവിലെ 6:27 ജാഫിലിയ സ്റ്റേഷനിൽ നിന്ന് റാഷിദയിലേക്കാണ് രണ്ടാമത്തേത്. എതിർദിശയിൽ ബുർജുമ സ്റ്റേഷനിൽ നിന്ന് ജബൽ അലി UAE എക്സ്ചേഞ്ചിലേക്ക് രാവിലെ 6:02 മറ്റൊരു ഷോർട്ട് ട്രിപ്പ് ഉണ്ടാകും. വെള്ളിയാഴ്ചകളിൽ വിവിധ സ്റ്റേഷനുകൾക്കിടയിൽ ഇത്തരം 5 ഷോർട്ട് ട്രിപ്പുകളും റെഡ് ലൈനിലുണ്ടാകും. റാഷിദ ദിശയിലേക്ക് ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിൽ നിന്നും ബിസിനസ് ബേ സ്റ്റേഷനിൽ നിന്നും ബുർജുമാൻ എന്നിവിടങ്ങളിൽ നിന്നുമായി 3 സർവീസ് ഉണ്ടാകും. എതിർദിശയിൽ ദേര, സിറ്റി സെന്റർ, ജാഫലിയ സ്റ്റേഷനുകളിൽ നിന്ന് UAE എക്സ്ചേഞ്ചിലേക്ക് 2 ഷോർട്ട് ട്രിപ്പ് സർവീസ് ഉണ്ടാകുമെന്നും RTA അറിയിച്ചു. മീഡിയ 1 ദുബായ്. ഒമാനിൽ സെപ്റ്റംബറിൽ പണപ്പെരുപ്പത്തിൽ വർധന എന്ന് കണക്കുകൾ. ഉപവിഭാഗമായ ഗതാഗത മേഖലയിലെ വർദ്ധിച്ച ചെലവാണ് പണപ്പെരുപ്പം ഉയരാൻ പ്രധാന കാരണം. 6.57% ഗതാഗത ചെലവ് വർദ്ധിച്ചത്. ജലവൈദ്യുതി, ഗ്യാസ് അടക്കം ഇന്ധനങ്ങളുടെ ചെലവിലും വർധനവുണ്ടായിട്ടുണ്ട്. ജനുവരിയിൽ ഇന്ധനവില നിയന്ത്രണം നീക്കിയ ശേഷം എല്ലാ മാസവും ഗതാഗത ചെലവിൽ വർധനവ് ദൃശ്യമാണ്. പെട്രോൾ ജനുവരി പകുതിയേക്കാൾ 50%-ലേറെ ഉയർന്ന നിലയിലാണിപ്പോൾ. സൂപ്പർ പെട്രോൾ ലിറ്ററിന് 179 പൈസയും റെഗുലർ ലിറ്ററിന് 169 പൈസയുമാണ് ഒക്ടോബറിലെ വില. ഡീസലിലും സമാനമായ വിലവർധനവ് ദൃശ്യമാണ്. ലിറ്ററിന് 185 പൈസയാണ് ലിറ്ററിന്റെ ഒക്ടോബറിലെ വില. ഇന്ധനവില നിയന്ത്രണം നീക്കിയതോടെ സർക്കാരിന് സബ്സിഡി ഇനത്തിൽ ദശലക്ഷക്കണക്കിന് റിയാലിന്റെ ലാഭമാണ് ലഭിക്കുന്നത്. വീടുകളുടെ അറ്റകുറ്റപ്പണി, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയുടെ ചെലവ് 0.92%, ആരോഗ്യമേഖലയിലെ ചെലവ് 0.91% വർദ്ധിച്ചതായി ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. വിദ്യാഭ്യാസ ചെലവിലാണ് വലിയ വർധനവ് ദൃശ്യമായിട്ടുള്ളത്, 3.03%. ഭക്ഷണപാനീയങ്ങളുടെ വിലയിൽ പൊതുവെ 0.77% കുറവ് ദൃശ്യമായതായും റിപ്പോർട്ട് പറയുന്നു. കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ചെലവിൽ 0.26%-യും കുറവുണ്ടായിട്ടുണ്ട്. ഗവർണറേറ്റ് തിരിച്ചുള്ള കണക്കെടുക്കുമ്പോൾ ദോഫാറിലാണ് പണപ്പെരുപ്പം ഏറ്റവും അധികം, 2.66%. ഏറ്റവും കുറവ് മസ്കത്തിലാണ്, 1.01%. മീഡിയ 1 മസ്കത്ത്. മലബാറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിന് തുടക്കമായി. മന്ത്രി AC മൊയ്തീൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. കേരളത്തിന് അനുയോജ്യമായ നിക്ഷേപ സാധ്യതകൾ തിരിച്ചറിയാൻ വ്യവസായികൾക്കും നിക്ഷേപകർക്കും അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മലബാറിന്റെ ടൂറിസം സാധ്യതകളെ അടുത്തറിയാനും കോൺക്ലേവ് വഴിയൊരുക്കുന്നുണ്ട്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കണം. നമുക്ക് വൈദ്യുതി ഉണ്ടാകണം. ഇന്ന് കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ആവശ്യത്തിന് ലഭ്യമല്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഗവൺമെന്റ് ആ മേഖലയിൽ ഊർജ്ജോത്പാദന രംഗത്ത് ശ്രദ്ധിക്കാൻ ഈ ഗവൺമെന്റ്
തുടരുക. അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സംരംഭങ്ങളിലേക്ക് ഗവൺമെന്റ് പോകും. GMIയുടെ ലോഗോ മന്ത്രി AK ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തെ മുൻനിര ഉപദേശ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവുമുണ്ട്. GMI പ്രസിഡന്റ് ഡോക്ടർ ആസാദ് മൂപ്പൻ അധ്യക്ഷനായിരുന്നു. IT സെക്രട്ടറി M ശിവശങ്കരൻ, MP മാരായ MI ഷാനവാസ്, MK രാഘവൻ, A പ്രദീപ് കുമാർ MLA തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്. സമാധാനം മാനവികത എന്ന പ്രമേയത്തിൽ തനിബ സാംസ്കാരിക വേദി സൗദിയിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് തുടക്കമായതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 11 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ നടക്കും. ബഹുസ്വര രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതപരവും സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യം കാത്തുസൂക്ഷിക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് തനിമ ഭാരവാഹികൾ പറഞ്ഞു. വിവിധ ജാതികളിലും മതങ്ങളിലും പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇന്ത്യൻ പാരമ്പര്യം. ഇത് കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ബാധ്യതയാണ്. ഈ ബോധവൽക്കരണമാണ് ക്യാമ്പയിന്റെ മുഖ്യ പരിപാടി. മനുഷ്യർക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കുവാനും അവരെ ഭിന്നിപ്പിക്കുവാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ മറികടക്കുവാൻ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പുതിയ ചാലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തുവാനുള്ള ശ്രമം നടത്തുക എന്നത് രാജ്യസ്നേഹപരമായ ഒരു പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ നടക്കും. പ്രധാന നഗരങ്ങളായ ജിദ്ദ, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ സാംസ്കാരിക സമ്മേളനം, യുവജന വനിതാ സംഗമം എന്നിവ സംഘടിപ്പിക്കും. ക്യാമ്പയിൻ കൺവീനർ KM ബഷീർ, തനിമ നേതാക്കളായ ഉമർ ഫാറൂഖ്, സിറാജുദ്ദീൻ, MB മുജീബ് റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം. എണ്ണ വിലയിടിവിനെ മറികടക്കാൻ ഗൾഫ് ഭരണകൂടങ്ങൾക്കാകുമെന്നും നേരത്തെ 4 തവണ സമാനമായ സാഹചര്യങ്ങൾ ഗൾഫ് തരണം ചെയ്തിട്ടുണ്ടെന്നും MK ഗ്രൂപ്പ് MD MA യൂസഫ് അലി ദോഹയിൽ പറഞ്ഞു. അടുത്ത 1 വർഷത്തിനകം ഖത്തറിൽ 500 ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ 4 പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എണ്ണ വിലക്കുറവിനെ മറികടക്കാവുന്ന സാമ്പത്തിക ആസൂത്രണമാണ് ഗൾഫ് ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് MK ഗ്രൂപ്പ് MD MA യൂസഫ് അലി പറഞ്ഞു. മുമ്പ് 4 തവണ ഇതേ സാഹചര്യം നേരിട്ടപ്പോഴും മറികടന്ന് മുന്നോട്ട് പോകാൻ ഗൾഫിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദോഹ ഡീറിംഗ് റോഡിൽ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ റീജിയണൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 6 ഹൈപ്പർ മാർക്കറ്റുകളുമായി ചില്ലറ വ്യാപാര രംഗത്ത് ഖത്തറിൽ മുൻനിരയിൽ നിൽക്കുന്ന ലുലു ഗ്രൂപ്പ് അടുത്തൊരു വർഷത്തിനകം തന്നെ 4 പുതിയ മാളുകൾ ആരംഭിക്കാനിരിക്കുകയാണെന്നും യൂസഫ് അലി പറഞ്ഞു. മസീലയിലെ ഹൈപ്പർ മാർക്കറ്റ് 2 മാസത്തിനകം ആരംഭിക്കും. തുടർന്ന് മൈദറിൽ ഹൈപ്പർ മാർക്കറ്റ് തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന 2 ശാഖകൾ എവിടെയെന്ന് പിന്നീട് പ്രഖ്യാപിക്കും. ഇവയ്ക്കെല്ലാം കൂടി 500 ദശലക്ഷം റിയാൽ നിക്ഷേപമാണ് ഖത്തറിൽ നടത്തുക. ദോഹയിലെ പുതിയ റീജിയണൽ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സ്വദേശി പ്രമുഖരും വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരും MK ഗ്രൂപ്പ് ഒഫീഷ്യലുകളും സന്നിഹിതരായി. മീഡിയ 1 ദോഹ. കുവൈത്തിൽ ജാസിം മുഹമ്മദ് അൽ ഖറാഫി റോഡിന്റെ ഇരുവശവും ഞായറാഴ്ച മുതൽ ഭാഗികമായി അടച്ചിടുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി പുലർച്ചെ 1 മണി മുതൽ 5 മണി വരെയാണ് അടച്ചിടുക. ഫർവാനി ആശുപത്രിക്ക് സമീപമുള്ള കിഴക്കൻ അർദിയ റോഡുമായി 6th റിംഗിനെ ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചൊവ്വാഴ്ച വരെ ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഈ ഭാഗത്തുകൂടി വാഹനമോടിക്കുന്നവർ വേഗത കുറച്ചും സിഗ്നൽ ശ്രദ്ധിച്ചും നീങ്ങണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. നിർമ്മാണ മേഖലയിലെ നവീന രീതികളും സംവിധാനങ്ങളും പരിചയപ്പെടുത്തി സൗദി ബിൽഡ് പ്രദർശനത്തിന് റിയാദിൽ സമാപനമായി. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കമ്പനികളോടൊപ്പം സൗദിയിൽ മലയാളികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളും മേളയിൽ ശ്രദ്ധ നേടി. പുതിയ തരം നിർമ്മാണ സാമഗ്രികളും നിർമ്മാണ രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തിയ മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികൾ പങ്കെടുത്തു. 21 രാജ്യങ്ങളിൽ നിന്നായി 875ഓളം സ്ഥാപനങ്ങളാണ് 4 ദിവസത്തെ മേളയിൽ പങ്കാളികളായത്. സാബിക്, സൗദി സെറാമിക്, അൽ ജസീറ പെയിന്റ് അടക്കമുള്ള സൗദിയിലെ വൻകിട കമ്പനികളും മേളയിലുണ്ടായിരുന്നു. ഇന്ത്യൻ കമ്പനികളുടെ വലിയ സാന്നിധ്യമായിരുന്നു ഇത്തവണ. മികച്ച പ്രതികരണമാണ് മേളയിൽ ലഭിച്ചതെന്ന് പ്രദർശകർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. മെനി കസ്റ്റമേഴ്സ് ആർ കമ്മിങ് ടു അവർ ബൂത്ത് ആൻഡ് ദേ ആർ എൻക്വയറിംഗ് അബൌട്ട് അവർ പ്രൊഡക്ട്സ്. ദേ ഗിവൺ ദ instant orders also. Many instant orders we got it for their shops, their offices, home, individuals and many architectures. അങ്ങനെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ നിർമ്മാണ രംഗത്തെ പ്രമുഖ ഇന്ത്യൻ കമ്പനിയായ റിയാദ് വില്ലാസ് കോൺട്രാക്ടിംഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പവലിയനിലും നിരവധി സന്ദർശകരെത്തി. നമ്മുടെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പം പബ്ലിക്കിന് നേർക്ക് പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അത് ഈ ഒരു സൗദി ബിൽഡ് എക്സിബിഷനിലൂടെ നമുക്ക് എക്സ്പോസ് ചെയ്യാനും പബ്ലിക്കിന് കാണിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ പല ക്ലയൻറ്റുകൾ ചോദിച്ചത് ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണോ എന്നുള്ളതാണ്.
അപ്പോൾ നമുക്കും കൂടി ഒരു മോട്ടിവേഷൻ കൂടി തരുന്നുണ്ട്. റിയാദ് അന്താരാഷ്ട്ര എക്സിബിഷൻ സെന്ററിൽ നടന്ന മേളയിൽ 25,000-ഓളം പേരാണ് സന്ദർശകരായെത്തിയത്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. സമാധാനത്തിന്റെ മതമായ ഇസ്ലാമിനെ ഭീകരതയോട് ചേർക്കാൻ ആഗോളതലത്തിൽ നടക്കുന്ന ഗൂഢാലോചനയെ കരുതിയിരിക്കണമെന്ന് ദുബായ് അൽമനാർ ഇസ്ലാമിക് സെന്റർ സംഘടിപ്പിച്ച ഭീകരതയ്ക്കെതിരെ എന്ന സെമിനാർ അഭിപ്രായപ്പെട്ടു. ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ ജനങ്ങളിലെത്തിച്ച് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കണമെന്നും പ്രഭാഷകർ പറഞ്ഞു. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും പൊതുസമൂഹത്തിൽ വെറുപ്പുൽപാദിപ്പിക്കാനുള്ള നീക്കമാണ് ആഗോളതലത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലും ചില കേന്ദ്രങ്ങൾ സജീവമാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത ഷംസുദ്ദീൻ ബിൻ മുഹൈദ്ദീൻ പറഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭീകരതയ്ക്ക് ഇടമില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു ഉറുമ്പിനെ പോലും തീവെത്തിച്ച് കൊല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പേരിൽ പച്ച മനുഷ്യനെ തീവച്ച് കൊല്ലുകയും അതിന്റെ വീഡിയോകൾ പ്രചരിപ്പിച്ച് ലോകത്തെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരതയെ സിദ്ധാന്തവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർ മതത്തെ പഠിച്ചത് ഖുറാനിൽ നിന്നോ പ്രവാചക വചനങ്ങളിൽ നിന്നോ അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാത്തരം ഭീകരതയെയും ശക്തമായി എതിർക്കുന്ന ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ശക്തമായ നീക്കമുണ്ടാകണമെന്ന് പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് അൽ സയ്യിദ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരായ VM സതീഷ്, MCA നാസർ, ജെയ്മോൻ ജോർജ് എന്നിവർ സംസാരിച്ചു. MSM സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീർ മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ സൊലാഹി അധ്യക്ഷത വഹിച്ചു. VK സക്കരിയ സ്വാഗതവും ഹനീഫ് സൊലാഹി നന്ദിയും പറഞ്ഞു. മീഡിയ 1, ദുബായ്. FCC ചർച്ചാവേദി ഖത്തർ കേരളീയം സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പണിപ്പുരയിലേക്ക് പ്രബന്ധങ്ങൾ ക്ഷണിച്ചു. സാംസ്കാരിക ദേശീയത സത്യവും മിഥ്യയും, പ്രവാസി മൂലധനവും കേരളീയ സാംസ്കാരിക പൊതുമണ്ഡലവും, പ്രവാസി സമൂഹം, വായന, എഴുത്ത്, ഫാസിസകാലത്തെ ബഹുസ്വരയിടങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് പ്രബന്ധങ്ങൾ ക്ഷണിക്കുന്നത്. നവംബർ 13 മുൻപായി എൻട്രികൾ FCC ഓഫീസിലെത്തിക്കേണ്ടതാണ്. ജനങ്ങളിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താൻ അബുദാബി പോലീസിന്റെ എല്ലാ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴിയും ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഉറുദു, ഇംഗ്ലീഷ്, അറബിക്, ഫിലിപ്പിനോ ഭാഷകളിലായിരിക്കും ക്യാമ്പയിൻ. അബുദാബി എമിറേറ്റിലെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ആശയവിനിമയത്തിന് ഭാഷാപരമായ തടസ്സങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 4 ഭാഷകൾ ക്യാമ്പയിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ഇസ്ലാമിക് വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നു. നവംബർ 11, 12 തീയതികളിൽ കുർത്തുബയിലാണ് കുവൈത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മേളനം. പരിപാടിയിൽ കുവൈത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള പ്രഭാഷകർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് ഫോറം ദോഹയിൽ വെയ്റ്റ് ലോസിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. ലൂസ് ടു ലിവ് എന്ന പേരിൽ ഒക്ടോബർ 28 ആരംഭിക്കുന്ന മത്സരം ഡിസംബർ 9 സമാപിക്കുക. 18-നും 40-നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വെവ്വേറെയാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരത്തിനായി രജിസ്റ്റർ ചെയ്യുന്നവർക്കായി ഈ കാലയളവിൽ എല്ലാ വെള്ളിയാഴ്ചയും ശരീരഭാര പരിശോധന നടത്തും. നോയ്ജയിലെ യൂത്ത് ഫോറം ഓഫീസിൽ ഇതിനായി പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഇന്നത്തെ മിഡിസ്റ്റ് അവരുടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.